Hi dears, welcome back to Silent Learning. It's me, Rohit. മക്കളെ സർഫസ് ഏരിയസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എ കോണിക്കൽ ടെന്റ് ഈസ് ടു അക്കോമഡേറ്റ് 11 persons. Each persons must have 4 square meters of the space on the ground and 20 cubic meters of air to breathe. Find the height of the cone. എല്ലാവരും വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഒരു പേനയും പേപ്പറും എടുക്കുക. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളെ കൊണ്ട് എത്രത്തോളം ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രം വീഡിയോ തുടർച്ചയായിട്ട് കാണാം. ഓക്കെ, സോ ഇനി ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളാം മക്കളെ. എ കോണിക്കൽ ടെന്റ് ഈസ് ടു അക്കോമഡേറ്റ് 11 persons. 11 ആൾക്കാരെ കൊള്ളുന്ന കോണിക്കൽ ടെന്റ്. ഓക്കെ, 11 means 11. Each persons must have ആണ് 4 square meters of the space on the ground. ഒരാൾക്ക് എത്ര സ്പേസ് വേണം? 4 square meters വേണം, അഥവാ 4 meter square വേണം. അവിടെ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ആ കോണിൽ ടോട്ടൽ എത്ര ആൾക്കാർ കൊള്ളും? ആ ടെൻറ്റിൽ, കോണിക്കൽ ടെൻറ്റ് വാട്ടവർ, അതിൽ എത്ര ആൾക്കാർ കൊള്ളും? 11 ആൾക്കാർ കൊള്ളും. ഒരാൾക്കാർക്ക് 4 meter square ആണെങ്കിൽ 11 ആൾക്കാർക്കോ 11 personsനോ? നമുക്ക് എഴുതാം സ്പേസ് ഫോർ 11 people. എത്ര വരും? ഒരാൾക്ക് 4 ആണ്, ഒരാൾക്ക് 4 ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ 11 personsനോ 11 peopleനോ 11 into 4 അഥവാ 44 meter square കിട്ടി. 44 meter square. 11 personsന് ഒരു കോണിക്കൽ ടെൻറ്റിൽ നിൽക്കാനുള്ള സ്പേസ് ആണെന്ത്? 44 meter square. അതിൽ 11 ആൾക്കാരെ കൊള്ളുള്ളൂ, 11 ആൾക്കാരെ അതിൽ കൊള്ളുള്ളൂ. വിച്ച് മീൻസ് അവർ നിൽക്കുന്ന ടോട്ടൽ ഏരിയ, അവർ സ്റ്റാൻഡ് ചെയ്ത് അവർ നിൽക്കുന്ന ടോട്ടൽ ഏരിയ ആണെന്ത്? 44 meter square. കോണിൻ്റെ ആ ഏരിയക്ക്, കോണിക്കൽ ടെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ബേസ്, അല്ലെ ബേസിലാണല്ലോ അവർ നിൽക്കുക, ടെൻറ്റിൽ ബേസിലാണല്ലോ അവർ നിൽക്കുക. ആ ബേസ് എന്ത് ഷേപ്പാണ്? സർക്കുലർ ഷേപ്പ്. സോ ആ സർക്കിളിൻ്റെ ഏരിയ അല്ലേ ഇത്, അല്ലേ ടോട്ടൽ ഏരിയ? അതായത് 11 ആൾക്കാർ, 11 people അതിൽ കൊള്ളുള്ളൂ, 11 ആൾക്കാർ മാത്രമേ അതിൽ കൊള്ളുള്ളൂ. അപ്പോൾ ആ 11 ആൾക്കാർക്ക് നിൽക്കാൻ ആവശ്യമായ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 44 meter square ആണ്. അപ്പോൾ എന്താ അത്? ആ കോണ് അഥവാ ആ സർക്കുലർ ടെൻറ്റിൻ്റെ, ആ കോണിക്കൽ ടെൻറ്റിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാ? 44 ആണ്. കോണിൻ്റെ ബേസ് ഏരിയ ഇക്വേഷൻ എന്താ? ബേസ് ഏരിയ എന്താ? സർക്കിളാണ്. സോ സർക്കിളിൻ്റെ ഏരിയ എന്താ? πr square. സോ πr square എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? 44 meter square ആണെന്ന് കിട്ടി. അതവിടെ വെക്കുക. ദെൻ നമുക്ക് അടുത്ത എന്താ വന്നത്? 20 cubic meters of air to breathe. അതായത് ഈച്ച് പേഴ്സൺസ് മസ്റ്റ് ഹാവ്, ഒരാൾക്ക് എത്ര എയർ വേണം ശ്വസിക്കാൻ? 20 cubic meters of air to breathe. സോ നമുക്ക് അടുത്ത പേജ് എടുക്കാം. ഒരാൾക്ക് ബ്രീത്ത് ചെയ്യാൻ 20 എത്രയാടാ? 20 cubic meters, വിച്ച് മീൻസ് മീറ്റർ ക്യൂബ്. 20 meter cube. അങ്ങനെ വെച്ചാൽ 11 ആൾക്കാർക്കോ 11 ആൾക്കാർക്കോ 11 ആൾക്കാർക്ക് ശ്വസിക്കാനോ 11 into 20. ഒരാൾക്ക് 20 ആണ്, 11 ആൾക്കാർക്ക് 11 into 20. 11 into 20 എത്ര വരുടാ? 22 വരും, പിന്നെ ഒരു 0 വരും. 220 meter cube. വിച്ച് മീൻസ്, അതായത് ആ ഒരു ടെൻറ്റിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 11 ആൾക്കാരുണ്ട്. അവർക്ക് ടോട്ടൽ ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള എയർ, ആ ഒരു ടെൻറ്റിൽ ടോട്ടൽ എയർ എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? 220 meter cube ആണ്. ആ ടെൻറ്റിലെ ടോട്ടൽ എയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ടെൻറ്റിലെ ടോട്ടൽ വോളിയം എത്ര കിട്ടി? 220 ആണെന്ന് കിട്ടി. ടെൻറ്റിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? ടെൻറ്റ് മീൻസ് ടെൻറ്റ് കോണാണല്ലോ. കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? 1/3 πr square h. സോ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം 1/3 πr square h is equal to 220 ആണെന്ന് എഴുതാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ πr square നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 44 ആണെന്ന്. സോ ആ πr square വരെ നമുക്ക് എന്ത് കൊടുക്കാം? 44 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൊടുത്തോളാം മക്കളെ. 1/3 into 44 into h is equal to 220. അങ്ങനെയാണെങ്കിൽ h എത്ര വരും? ഈ ഡിവൈഡഡ് ബൈ 3 അങ്ങോട്ട് പോയാൽ എന്താവും? RHSലോട്ട് പോയാൽ into 3 ആയിട്ട് മാറും. സോ 220 into 3 ആൻഡ്
ഇൻറ്റു 44 RHSലോട്ട് പോയാൽ എന്തായി മാറും? ഡിവൈഡ് ബൈ 44 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 44. അപ്പോൾ എത്ര വരും മക്കളെ? കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമുക്ക് 220ൻ്റെ 44ൻ്റെ ഹാഫ് എടുക്കാം അല്ലേ? 220ൻ്റെ ഹാഫ് എത്രയാ? 110. 44ൻ്റെ 22. അതിനെ നമുക്ക് ഹാഫ് ആക്കാം. എത്ര വരും? 55ഉം 11ഉം. സോ എത്ര വന്നു? 55 ഇൻറ്റു 3/11 വന്നു. ആൻഡ് അതിനെ നമുക്ക് ഹാഫ് ആയിക്കൂടെ? 55ന് 11നെ നമുക്ക് കട്ട് ചെയ്തൂടെ? 55നെ എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 11ൽ ഒരു 11. 55ൽ എത്ര 11ആ? 511 ആണിത് 55. സോ എത്ര വന്നു? 5 ഇൻറ്റു 3/1 അഥവാ 5 ഇൻറ്റു 3 15 മീറ്റർ എന്ന് വന്നു ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഹൈറ്റ് എത്ര കിട്ടി? 15 മീറ്റർ. കഴിഞ്ഞു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയിക്കൂടാ. പക്ഷേ എന്താണ്, അതോടൊപ്പം വളരെ കടുപ്പാണ്. പക്ഷേ അതോടൊപ്പം എന്താണ്, വളരെ ഈസിയാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ആവശ്യം വന്നില്ല അല്ലേ? വെറും ഈ പേജ് കൂട്ടണ്ട, വെറും ഏകദേശം ഒരു പേജിൽ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റൻ ആണ്. വല്ലാതെ അങ്ങോട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോ കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരും. അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് 9th CBSE നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കിൽ എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. അതുവരെയും ബൈ.